ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലും വൈറൽ താരമായ ശ്രീ ശാന്തിവിള ദിനേശ് ചേട്ടനാണ്. നമസ്കാരം. പലപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് ബഹുമാനവും സ്നേഹമൊക്കെ തോന്നിയിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യമൊക്കെ തോന്നും കേട്ടോ, പക്ഷേ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് നിങ്ങൾ സത്യസന്ധമായി ആരുടെയും മുഖം നോക്കാതെ എന്ത് കാര്യത്തെക്കുറിച്ചും വളരെ വളരെ സ്പഷ്ടമായിട്ട് സത്യസന്ധമായിട്ട് വിത്ത് തെളിവ് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ മനസ്സിലും എനിക്കും ഇതൊക്കെ പുറത്ത് പറയണമെന്നുണ്ട്, പക്ഷേ ഒരു മീഡിയ നമ്മുടെ അടുത്ത് വരുന്നില്ല. ഇനിയിപ്പോൾ ഇത് ചിലപ്പോൾ ഈ പരിപാടി കഴിയുന്നതോടുകൂടി ചിലപ്പോൾ മീഡിയ നമ്മുടെ അടുത്തും വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ എനിക്കും ഇങ്ങനെയുള്ള വളരെ സ്പഷ്ടമായിട്ട് ഒരു മുഖം നോക്കാതെ സത്യസന്ധമായ രീതിയിൽ അഭിപ്രായം പറയണം എന്ന ചിന്താഗതി ഉള്ള ആളാണ്. അതിൽ നമ്മുടെ സിനിമ വർക്ക് കുറയുന്നെന്നോ ഇതുപോലെ ഇഷ്ടംപോലെ എനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറയുമെന്നോ അങ്ങനെ ഒരു ഭയമില്ലാത്ത ഒരാളാണ്. നിങ്ങളുടെ ഓരോ ചാനൽ പരിപാടിയും കാണുമ്പോൾ നിങ്ങളെ ഞാൻ പലപ്പോഴും വിളിച്ച് അനുമോദിക്കണമെന്നൊക്കെ തോന്നും, പലപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ട്, പലപ്പോഴും നിങ്ങളുടെ തിരക്ക് കാരണം കിട്ടിയിട്ടുമില്ല. പക്ഷേ ഞാൻ ആ അനുമോദനങ്ങളൊക്കെ ഇപ്പം ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. എന്തായിരുന്നാലും ഈ അടുത്ത് കണ്ട പരിപാടി വരെ എനിക്ക് ഭയങ്കരമായി ഇഷ്ടമായിട്ടുണ്ട്. ഇതിൽ പല അഭിപ്രായങ്ങൾ പല ആൾക്കാരും പലതും പറയും, പക്ഷേ പല കാര്യങ്ങളിലും ഒരു 75% നിങ്ങൾ സത്യസന്ധമായി പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷേ 75% നിങ്ങൾ സത്യസന്ധമായിട്ട് ഇതുവരെ ചാനൽ പ്രവർത്തനം നടത്തിയെന്നുള്ളതിൽ ഞാൻ അപ്രിസിയേഷൻ നിങ്ങൾക്ക് നൽകുകയാണ്. കാര്യം നൽകുന്നതല്ല, ആ ഒരു അപ്രിസിയേഷൻ എനിക്കൊരു വല്ലാത്തൊരു പ്രചോദനമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുക്കണമെന്ന് ദിനേശ് ചേട്ടനെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഏകദേശം 1990 കാലഘട്ടം മുതലാണ് സിനിമയിലേക്ക് വന്നത്. എനിക്ക് ദിനേശ് ചേട്ടനോട് ചോദിക്കാനുള്ളത്, ആ 1990 കാലഘട്ടം മുതൽ 2023 കാലഘട്ടമായപ്പോൾ ഈ സിനിമയ്ക്കുണ്ടായ മാറ്റം അതെന്താണ് സിനിമയ്ക്ക് സംഭവിച്ചത്? അനിലിനറിയാമെന്ന് എനിക്കറിയില്ല. ലൂപ്പ് സിസ്റ്റത്തിലായിരുന്നു സിനിമ ഡബ് ചെയ്തിരുന്നത്. അത് ഒരു സീൻ ഇങ്ങനെ ഒട്ടിച്ചിട്ട് പ്രൊജക്ടറിൽ ഓടിക്കൊണ്ടേയിരിക്കും. ആ പ്രൊജക്ടറിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ശബ്ദം റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനെടുത്ത് മാറ്റും, അടുത്ത ഇടും. അങ്ങനെ ആയിരക്കണക്കിന് എന്താ പറയുക റോളുകൾ ചുരുട്ടി എഡിറ്ററുടെ മേശപ്പുറത്ത് വെച്ചായിരുന്നു ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് കമ്പ്യൂട്ടറായി, ഡിജിറ്റലായി, ഫിലിം വേണ്ടാന്നായി. സിനിമ മാറിയതുപോലെ തന്നെ സിനിമാക്കാരും മാറിയെന്ന് വിചാരിച്ചാൽ മതി. കാലത്തിൻ്റെ മാറ്റമാണെന്ന്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ നമുക്കൊരു എന്താ പറയുക, പഴയകാല നമ്മൾ ആരാധനയോടെ കാണുന്ന ഒരു സഖാവ് AKG പോലെ, അല്ലെങ്കിൽ കൃഷ്ണപിള്ളയെ പോലെ, അല്ലെങ്കിൽ PP മുകുന്ദനെ പോലെ, കോൺഗ്രസ്സിൽ തന്നെ എത്രയോ പേര് അങ്ങനെയുള്ള, തെന്നല ബാലകൃഷ്ണ സാറിനെ പോലെ, അതുപോലുള്ളൊരു ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ. അതുപോലെ തന്നെ സാഹിത്യം എടുത്താലും ഏത് മേഖല എടുത്താലും കാലത്തിൻ്റെ മാറ്റങ്ങളുണ്ടാവും, അതിനനുസരിച്ച് സിനിമയും മാറുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ സിനിമയുടെ മാറ്റത്തെക്കുറിച്ച് എനിക്ക് അതിൽ പ്രശ്നമില്ല. സിനിമയുടെ മാറ്റം മാറണം, സിനിമ മാറണം, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറും. പക്ഷേ സിനിമയെ നിയന്ത്രിക്കുന്ന, സിനിമയിൽ പ്രവർത്തിക്കുന്ന ഈ ആൾക്കാരുടെ മാറ്റം അല്ല, ആ മാറ്റം എന്ന് പറയുന്നത് എന്നാണോ സൂപ്പർ താരങ്ങൾക്ക് അല്ലെങ്കിൽ അഭിനയിക്കുന്നവർക്ക് സിനിമയുടെ തീരുമാനമെടുക്കാനുള്ള അവകാശം എന്ന് കിട്ടിയോ അന്ന് സിനിമ നശിച്ചു പോയി. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാക്ട എന്ന് പറയുന്ന സംഘടന ഒരു പ്രതിസന്ധിയിൽ വന്നൊരു കാലഘട്ടം അറിയാമല്ലോ. നമ്മളൊക്കെ പങ്കെടുത്തൊരു മീറ്റിങ്ങിലാണ് പ്രതിസന്ധി ഉണ്ടായത്. ആ പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് അന്ന് ആ പുതിയൊരു സംഘടന ഉണ്ടാവാൻ അന്ന് അതിന് നേതൃത്വം വഹിച്ചത് നമ്മുടെ സംഘടന ടെക്നീഷ്യൻ സൈഡിലുള്ളതാണെങ്കിലും അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ആർട്ടിസ്റ്റുകളായിരുന്നു. അതിപ്പോൾ പറയുന്നൊരു കാര്യം, ദിലീപാണ് FFK ഉണ്ടാക്കിയെന്നാണ്. മാക്ട ഉണ്ടാവുന്നത് തന്നെ എങ്ങനെയാണ്? സിറ്റി പോലീസ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ സെറ്റിൽ, വേണു ബി നായർ എന്ന് പറഞ്ഞൊരു നവാഗതനായ സംവിധായകൻ ചെയ്യുന്ന സിനിമയുടെ സെറ്റിൽ ഇന്നലെ എടുത്ത ഒരു സീൻ ഒന്നുകൂടി റീടേക്ക് ചെയ്യണമെന്ന് സംവിധായകൻ സുരേഷ് ഗോപിയോട് പറഞ്ഞപ്പം ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയുകയും അവിടെ തിരക്കഥാകൃത്തായ കല്ലു ഡെന്നീസിനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം നമ്മൾ ലോക്കലായി സംസാരിക്കുന്ന ഭാഷയിലുള്ളൊരു തെറി വിളിച്ചിട്ട് കേട്ട് നീ ചെയ്യില്ലടാ എന്ന് കേട്ടു. ഒരു പുതിയ ഡയറക്ടറായ നീ ജോഷിയോടാണ് ഇങ്ങനെ പറയുമോ എന്ന് ചോദിച്ചു. ഇയാൾ പോയി ആ സീൻ അഭിനയിക്കുന്നു. ആ സീൻ അഭിനയിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ സുരേഷ് ഗോപി മലയാളത്തിലെ മോശമല്ലാത്തൊരു തെറി പറഞ്ഞ് ഈ പടം മുഞ്ചി പോകും. അയാൾ നായകനായി അഭിനയിക്കുന്ന പടമാണ്. അല്ല, ആ സിനിമ ഞാൻ വർക്ക് ചെയ്ത സിനിമ അതായിക്കോട്ടെ, അന്ന് വൈകുന്നേരമാണ് എടുക്കുന്ന തീരുമാനമാണ്. ഡെന്നിസ് ജോസഫും കല്ലു ഡെന്നീസും കൂടി ഒരു തീരുമാനം എടുക്കുന്നു. താരങ്ങളുടെ അപ്രമാദിത്വത്തിന് നമ്മൾ നിന്നു കൊടുത്താൽ തിരക്കഥാകൃത്തുക്കൾക്ക് ഈ നാട്ടിൽ വിലയുണ്ടാകില്ല. അവനിങ്ങനെ എന്നെ ഒരു ചീത്ത വിളിച്ചു. അത് പിന്നെ ചർച്ച ചെയ്ത് തിരക്കഥാകൃത്തുക്കളെയും സംവിധായകരെയും ചേർത്തൊരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അത് പിന്നെ ഡെവലപ്പ് ചെയ്താണ് മാക്ട ഉണ്ടാവുന്നത്. അല്ല അപ്പോഴും കൾച്ചർ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സിനിമയുടെ ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ 100 കണക്കിന് കേസുകൾ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ പ്രതിഫലം അടക്കമുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൃത്യമായി ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മാക്ടയ്ക്ക് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്.
അങ്ങനെയാണ് മാറ്റ ഫെഡറേഷൻ ഉണ്ടാകുന്നത്. പക്ഷേ ബസ്വാസറിന് വരം കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ചില സിനിമകളിലുള്ള ദിലീപ് അടക്കമുള്ള ചിലരോട് വിരോധമുള്ള ഒരുത്തൻ ആ സംഘടനയുടെ തലപ്പത്ത് വരികയും അയാൾ വെട്ടിനിരത്തൽ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് തടയൽ, മമ്മൂട്ടിയുടെ സെറ്റ് അടക്കം തടഞ്ഞു, ഷൂട്ടിംഗ് തടഞ്ഞുകൊണ്ട് സിനിമയെ സ്തംഭിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും അതിന് അതിനൊരു പ്രതിവിധി എന്ത് എന്നുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ ഞാൻ ആ ചർച്ചയിലുണ്ട്. നിങ്ങളുടെ അമ്മാവൻ്റെ തുളസീദാസിൻ്റെ ഒരു സിനിമയാണ് പ്രശ്നം. ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്, 100% ഞാൻ നിങ്ങളിപ്പോൾ പറഞ്ഞു 75% സത്യസന്ധമായിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ലൈസ് ക്യാമറ ആക്ഷനിലായാലും ശരി, മാസ്റ്റർ വിന്നിലായാലും ശരി, അല്ലെങ്കിൽ ലെറ്റ് മീ ടോക്കിലായാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകളിലാവട്ടെ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞത് കള്ളമാണ് അല്ലെങ്കിൽ നടക്കാത്തതാണെന്ന് ഒരാൾ പറഞ്ഞാൽ പരസ്യമായി തെളിയിച്ചാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അനിൽ ഗോപിനാഥിനോട് പറയുന്നു, ലൈസ് ക്യാമറ ആക്ഷനിൽ പറഞ്ഞ 100% സത്യസന്ധമല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദിനേശിന് സോറി പറയേണ്ടി വന്നിട്ടില്ല. കേസുകളുണ്ടായിട്ടുണ്ട്, പക്ഷേ ദിനേശിന് സോറി പറയാൻ വരേണ്ടി വരാത്ത ഗതി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ 100% സത്യസന്ധമായി പറയുള്ളൂ. അല്ല നിങ്ങൾ 75 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയണം 75 അല്ലേ 100%. വേണമെങ്കിൽ 101 ഇട്ടോളൂ. ലൈസ് ക്യാമറ ആക്ഷനിൽ പറഞ്ഞ ഒരു സാധനം മലയാള സിനിമയിൽ നടക്കാത്ത ഒരു കാര്യവും ദിനേശ് പറഞ്ഞിട്ടില്ല. മാറ്റ ഫെഡറേഷനിൽ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് ആ ഇലക്ഷനിൽ വലിയ ഇലക്ഷനായിരുന്നു മാറ്റ ഫെഡറേഷൻ. കമൽ തോറ്റു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വോട്ടെണ്ണി കഴിഞ്ഞിട്ട് രാത്രി കമൽ എന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ഇരുട്ടുള്ള ഒരു ഇടവഴിയിലേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ മുമ്പ് വന്ന് കരഞ്ഞു എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത്, ഈ മത്സരത്തിൽ പങ്കെടുക്കരുത്, വിനയൻ എന്ന് പറഞ്ഞ ആളിൻ്റെ എതിരാളിയായി മത്സരിക്കരുത്, ചതിക്കും, നിങ്ങൾ നാണം കെടുമെന്ന് ഭാര്യ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ പുള്ളി മത്സരത്തിൽ നിന്നു. തോറ്റപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, ഞാൻ എങ്ങനെ വീട്ടിൽ പോകും ദിനേശ് എന്നാണ് എൻ്റെ ചോദിച്ചത്. ജോസ് തോമസ് തോറ്റു, കമൽ തോറ്റു, പ്രബലരായ ഞാൻ നിന്ന പാനലിലുള്ള പ്രബലരായ ആൾക്കാരൊക്കെ തോറ്റു. പക്ഷെ ഞാൻ ജയിച്ചു. ആ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കൂടുന്നിടത്തേക്ക് തുളസീദാസിനെ വിളിച്ചു വരുത്തി. 101% സത്യസന്ധമായാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അമ്മാവൻ കള്ളം പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ സത്യസന്ധമായി പറയുകയാണ്. വിളിച്ചു വരുത്തി തുളസീദാസ് കാര്യങ്ങൾ വിശദീകരിക്കും. ആ വിശദീകരിക്കുന്നിടത്ത് വെച്ച് പുള്ളി പറഞ്ഞു, ഞാൻ സ്പീഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെറ്റിൽ ചെന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ കസേര തന്നില്ല. പകരം ദിലീപ് ഒരു കസേര ഇരുന്നിട്ട് വേറൊരു കസേരയിൽ കാലിട്ടിരുന്നു. അപ്പം എടുത്ത വയലേ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ എന്നെപ്പോലെ സീരിയൽ ചെയ്ത് ജീവിക്കൂ. നിങ്ങളെന്തിനാ ഈ താരങ്ങൾ അന്വേഷിച്ച് ഷൂട്ട് ലൊക്കേഷനിൽ പോണേ? നിങ്ങൾ അയാളെ ഹോട്ടൽ മുറിയിൽ പോയി കാണണം. അയാൾ കസേര തന്നില്ല എന്നൊക്കെ ഇങ്ങനെ പത്രക്കാരോട് പറഞ്ഞു നടക്കുന്ന നാണക്കേടാണ് കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളി അപ്പോഴൊന്നും മിണ്ടിയില്ല. ചർച്ച ഭയങ്കരമായ ചർച്ച നടക്കി അവസാനം ഒരു തീരുമാനമെടുത്തു. തുളസീദാസിൻ്റെ അസിസ്റ്റൻ്റുമാരായിരുന്ന ജോണി ആൻ്റണിയെയും എനിക്ക് തോന്നുന്നു പിന്നെ CBK തോമസിനെയാണെന്ന് തോന്നുന്നു, ഉദയൻ CBയിലെ CBK തോമസിനെ, അങ്ങനെ ആരെയും 3 പേരെ തീരുമാനം എടുപ്പിക്കുന്നു. ആ വർഷം ഡിസംബർ 31 മുമ്പ് ദിലീപ് തുളസീദാസിൻ്റെ പടത്തിൽ അഭിനയിച്ചിരിക്കണം. അവർ 3 പേരെ ആക്കുന്നു. ദിലീപിനെ കണ്ട് സംസാരിച്ച് ഡിസംബർ 31 തുളസീദാസിന് ഡേറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. സത്യത്തിൽ എനിക്ക് പലപ്പോഴും തുളസി ചേട്ടനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്, ഇത്ര ശുദ്ധനോ അല്ലെങ്കിൽ പൊട്ടനോ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. കാരണം ഈ പറഞ്ഞ മാറ്റ ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന വെട്ടിനിരത്തൽ നേതാവിൻ്റെ വാക്ക് വിശ്വസിച്ചതാണ് തുളസി ചേട്ടൻ്റെ സിനിമാ ലൈഫ് തൊലഞ്ഞത്. എന്ത് ചെയ്തു എന്നറിയോ? ആ കമ്മിറ്റിയുടെ അവസാനം ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഇത് വൈകുന്നേരത്തെ ജനറൽ ബോഡിയിൽ ഇത് അവതരിപ്പിക്കുന്നു. തുളസീദാസിനെ അടക്കം ആരെയും പ്രസംഗിപ്പിക്കേണ്ട, പാസ്സാക്കി. മിനിറ്റ്സൊക്കെ എഴുതി പാസ്സായി പിരിഞ്ഞു. എല്ലാവരും ഊണ് കഴിയാൻ പിരിഞ്ഞു. ഈ പറഞ്ഞ മാറ്റ ഫെഡറേഷൻ്റെ നേതാവ് തുളസീദാസിനെ കാറി കയറ്റിക്കൊണ്ട് പോയപ്പോൾ തന്നെ എൻ്റെ അടുത്തുനിന്ന് ഒരു സംവിധായകൻ എന്നോട് പറഞ്ഞു, ഇവിടെ എടുത്ത തീരുമാനം വൈകിട്ട് വയലേറ്റ് ആവും. കാരണം ഈ ഊണ് വാങ്ങി കൊടുക്കുന്നതിനിടയിൽ തുളസീദാസിനെ ബ്രെയിൻ വാഷ് ചെയ്യും. കാരണം ഇയാൾക്ക് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ദിലീപിനെ തൊലയ്ക്കുക എന്നുള്ളതാണ്. അതിന് തുളസിയെ മുന്നിൽ നിർത്തും. ഞങ്ങൾ പിരിഞ്ഞു. ആഹാരമൊക്കെ കഴിച്ചു പോയി. വൈകുന്നേരം BTHലെ പ്രഭാതമായ ജനറൽ ബോഡി, അവിടെ യോഗ നടപടികൾ ആരംഭിച്ച് സ്വാഗതം പറഞ്ഞുടൻ തന്നെ ഈ മാറ്റ ഫെഡറേഷൻ്റെ നേതാവ് പറയുകയാണ്, നമ്മൾക്ക് സംസാരിക്കുന്നതിന് മുമ്പ് രക്തസാക്ഷിയായി പോയ തുളസീദാസ് സംസാരിക്കട്ടെ. അതായത് സംസാരിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുളസീദാസ് മൈക്കിൻ്റെ മുന്നിലേക്ക് വരുന്നു. എൻ്റെ അനുജനെ പോലെ ഞാൻ സ്നേഹിച്ച തിരുവനന്തപുരത്തുള്ള ഒരു സംവിധായകൻ ഇന്ന് എന്നോട് ചോദിച്ചു, ദിലീപിനെ വെച്ച് പടം ചെയ്യാൻ വേണ്ടി ലൊക്കേഷനിൽ ചെന്ന് കസേര തന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് നാണമില്ല സാർ, എനിക്ക് നാണമില്ല, എനിക്ക് ജീവിക്കണം, എനിക്ക് ഭാര്യയും കുട്ടികളുള്ളതാണെന്ന് പറഞ്ഞിട്ട് തുളസീദാസ് കണ്ണൊക്കെ നിറഞ്ഞിട്ട് വിജൃംഭൃതനായി സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുന്ന അയാളെയല്ല, തൊട്ടടുത്തിരിക്കുന്ന ഈ ഫെഡറേഷൻ്റെ നേതാവിനെ നോക്കണം. അയാളുടെ ഒരു ചിരി കാണണമായിരുന്നു. അതായത് നമ്മൾ കൊളുത്തിയ കൊളുത്ത് ഏറ്റു എന്ന് മനസ്സിലായി. ജനറൽ ബോഡി അലങ്കോലമാകുന്നു. ഞാൻ അയാളെ പേര് പറയാത്തതാണ് കേട്ടോ, അറിയാതെ വന്നു പോകണമാണ്. അല്ല, എനിക്കിഷ്ടമല്ല അയാളെ ഇഷ്ടമല്ല. കാരണം മലയാള സിനിമയിൽ ഇതുപോലെ അഭിനയിക്കുന്ന ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ബിഗും വെച്ച് റോസ് പൗഡർ ഓടിച്ച് കണ്ണുമുരുട്ടിയിരുന്ന് മക്കളെ അച്ഛൻ്റെ പ്രായമുള്ളതിനും മോനെ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ പറയണ കേട്ടോ, തങ്കപ്പെട്ട മനുഷ്യൻ,
ദേവലോകത്തിരിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ജീവിതത്തിൽ സത്യസന്ധത എന്ന് പറഞ്ഞ ഒരാളില്ലാത്ത, ഞാൻ ഈ അമ്പലമുക്കിൽ നിന്നാണ് സംസാരിക്കുന്നത്, അമ്പലമുക്കിൽ വരെ മുക്കിയിട്ട് പോയ ആളാണ് ഞാൻ. പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. അമ്പലമുക്കിലുള്ള ആളുകളെ വരെ വലിപ്പിച്ചിട്ട് മുങ്ങിയവനാണ്. പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ അയാളെ പേര് പറയണ്ട എന്ന് വിചാരിച്ചു, അറിയാതെ വന്നു പോയാണ്. അയാൾ എണീറ്റിട്ട് പ്രസംഗിക്കുകയാണ്. മലയാള സിനിമയിൽ ചിലർക്ക് സിനിമ എടുത്താൽ മതി, അത് ഭാര്യയെ കൂട്ടി കൊടുത്തിട്ടായാലും സിനിമ എടുത്താൽ മതി. അപ്പോൾ സിദ്ദീഖ് എണീറ്റു. ഈ ഇഷ്യൂ ഈ ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചത് ഞാനാണ്. ദിലീപ് എൻ്റെ സിനിമയിലാണ് അടുത്ത് അഭിനയിക്കാനുള്ളത്, എൻ്റെ അന്നമാണ് സിനിമ, ആ സിനിമ മുടക്കിക്കൊണ്ടുള്ള ഒരു സമരത്തിന് ഞാൻ തയ്യാറല്ല എന്ന് സിദ്ദീഖ് പറഞ്ഞ ഉടൻ തന്നെയാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ സിദ്ദീഖ് എണീറ്റ് ചോദിച്ചു, നിങ്ങൾ എന്നെയാണോ പറഞ്ഞു ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. സിദ്ദീഖിനല്ല, സിദ്ദീഖിരിക്കുന്നു. അടുത്തത് GS വിജയ് എണീക്കുന്നു. വിനയ, നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്നു. വിനയ, വിജയം ഉണ്ടായിരിക്കും, വിജയിരിക്കും അവിടെ എന്ന് പറഞ്ഞു. മൂന്നാമത് ഞാൻ എണീക്കുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പടത്തിൻ്റെ സിനിമയുടെ സ്വിച്ച് ഓണിന് പാലയിൽ വരാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതിന് പോലും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ ഭാര്യയാണോ ഉദ്ദേശിച്ചതെന്ന് ഇരിയിടാന്ന് പറഞ്ഞാൽ ആരോ എൻ്റെ പുറകിൽ നിന്ന് ഉടുപ്പിൻ്റെ 2 കോളർ പിടിച്ചിരുത്തുന്നു. ഒന്ന് ശശി പെരുമാനൂർ എന്ന് പറഞ്ഞ് മരിച്ചു ആ ഡയറക്ടർ. കമ്മ്യൂണിസ്റ്റുകാരനാണ്, എന്നെപ്പോലെ മാസ്റ്ററുകാരനാണ്, പക്ഷേ ലോക്കൽ ഗുണ്ടയാണ്. അയാൾ എൻ്റെ ഉടുപ്പിനെ പുറകെ പിടിക്കുന്നു. വേറെ ആരോ ഒരാളുണ്ട്, എനിക്ക് തിരിയാൻ പറ്റുന്നില്ല ആരെന്ന്. പിടിച്ചിരുത്തുന്നു. ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ രഞ്ജി പണിക്കർ ശശി പെരുമാനൂരിൻ്റെ ചെവിട്ടിൽ ഒരൊറ്റ അടി അടിച്ചു കൊടുത്തു. സംഭവം കുളമായി. സിദ്ദീഖ് കണ്ണിങ്ങനെ നിറഞ്ഞിട്ട്, ഇപ്പം സിദ്ദീഖ് എനിക്കെതിരാണ്. എന്നോട് സിദ്ദീഖ് ചോദിക്കുകയാണ്, ദിനേശ് ഇനി നാണം കെട്ട് ഇവിടെ ഇരിക്കണോ? ഞാൻ പറഞ്ഞു വേണ്ട. സിദ്ദീഖ് മുന്നിൽ, GS വിജയൻ നടുക്ക്, ഞാൻ പുറകിൽ. ഞങ്ങൾ 3 പേര് നടന്നു പോകുമ്പോൾ ആ ആഡിറ്റോറിയത്തിലിരിക്കുന്ന ഭൂരിപക്ഷം പേരും കൂക്കി വിളിച്ചുകൊണ്ടാണ് ഞങ്ങളെ യാത്ര അയക്കുന്നത്. അതിൽ ഇൻക്ലൂഡിങ് B ഉണ്ണികൃഷ്ണനുണ്ട്, മനസ്സിലായോ? SN സ്വാമിയുണ്ട്. എല്ലാവരും ഇരിക്കുമ്പോൾ ഈ 3 മണ്ടന്മാരിറങ്ങിപ്പോകുന്നു. PTHൻ്റെ താഴെ വരുന്നു. ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല ദിനേശ് എന്ന് എൻ്റെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയരുത്, നമ്മൾ സംഘടനയ്ക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിരിയുന്നു. 3 പേര് 3 വഴിക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ രഞ്ജിത്ത് രാജിവെക്കുന്നിടത്തു നിന്നാണ് മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനം താഴെ വീഴുന്നതും ഫെഫ്ക ഉണ്ടാകുന്നു. ഇതിൽ ദിലീപിൻ്റെ റോൾ എവിടെയെന്ന് എനിക്കറിയില്ല. BTHയിൽ അയാൾ ഒളിച്ചിരുന്നോന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഇതാണ്. അല്ല, താരങ്ങളുടെ പ്രസൻസ് അതിനുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് പറയുക, ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒറ്റ എളുപ്പമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്നറിയാം, അല്ലല്ല, മാക്ട ഫെഡറേഷനിൽ നിന്ന് ഞാനിതാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നു എന്ന് ജോസ് തോമസ് അടക്കം പോയി വിനയനോട് സംസാരിച്ചാണ്. നിങ്ങൾ തൽക്കാലം മാറിയിരിക്കുന്നത്. അന്ന് അങ്ങനെ രാജിവെച്ചിരുന്നെങ്കിൽ ജോസ് തോമസ് ആലോചിച്ച പടം ചെയ്യാൻ ഇല്ല, ഞാനതല്ല ചോദിക്കുന്നത്. നിങ്ങൾ തൽക്കാലം രാജിവെക്കൂ. കാരണം നിങ്ങൾ ഇത്രയും അലിഗേഷൻ ഉള്ളതുകൊണ്ട്, ഇത്രയും ലക്ഷം രൂപയുടെ വെട്ടിപ്പുള്ളതുകൊണ്ട് നിങ്ങൾ തൽക്കാലം രാജിവെക്കൂ. 2 വർഷം കഴിഞ്ഞാൽ ഈ പോസ്റ്റ് നിങ്ങളുടെ അടുത്ത് കാലെ പിടിച്ചുകൊണ്ട് തിരിച്ചു തരും. കാരണം ഇത് കൊണ്ടു നടക്കാൻ ആളെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് വിനയൻ കരുതിയത് ഏകാധിപതിയായ എനിക്ക് താഴെ മലയാള സിനിമ ഉള്ളൂ എന്ന് വിചാരിച്ച മണ്ടത്തരത്തിലാണ് ഈ പ്രസ്ഥാനം തീർന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്ന ഒരു എറണാകുളത്ത് സമയത്ത് ഞാൻ താമസിക്കുന്ന ആളാണ്. അത്യാവശ്യം സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സിനിമയിൽ നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് എപ്പോൾ എല്ലാ മീറ്റിങ്ങിനും ഉണ്ടാവും. BTH എല്ലാ മീറ്റിങ്ങിനുണ്ടായിരുന്നു, എല്ലാ മീറ്റിങ്ങിനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 പേരും ഒരു വിനയൻ ചേട്ടൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാ അധികാരവും കൈക്കുള്ളിൽ വന്നപ്പോൾ പുള്ളിക്കൊരു അഹങ്കാരം, ഒരു ധാർഷ്ട്യം, ഭാവം ഒക്കെ ഉണ്ടായി. പിന്നെ ഊമപ്പെണ്ണിന് ഉണ്ടിയാട പയ്യന് ഡേറ്റ് കൊടുത്തില്ല. അല്ല, ഊമപ്പെണ്ണിന് ഉണ്ടിയാട പയ്യന് ഡേറ്റ് കൊടുത്തില്ല ദിലീപ്. അതും കൂടെ അണ്ടർലൈനിട്ട് പറയണം. ദീപുമായിട്ടും കലാഭവമണിയായിട്ടും ഒക്കെ വിനയൻ ചേട്ടൻ്റെ ഒരു മണി മരിച്ചപ്പോൾ അവിടെ ചാല കുടിച്ചെന്ന് എന്തെല്ലാം അഭ്യാസം കാണിച്ചു. മരിക്കുന്നവരെ മണി മുഖത്ത് നോക്കില്ലായിരുന്നു, അറിയോ? മണിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതിൽ ഒരാളാണ്. പറയുമ്പോൾ വാസന്തി ലക്ഷ്മി അല്ലെങ്കിൽ കരുമാടിക്കുട്ടനെ കുറിച്ച് പറയും. അതിനുശേഷം മണിക്കിട്ട് പണിഞ്ഞ ആളാണ്. എന്നിട്ട് മണി മരിച്ചപ്പോൾ ചാല കുടിച്ചെന്നിട്ട് എൻ്റെ മണി നീ പോയില്ലടാ എൻ്റെ അനിയൻ. ഇത്രയും സത്യത്തിൽ മമ്മൂട്ടിക്ക് പോലും ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ അറിയില്ല. ഇപ്പോൾ നമ്മുടെ ഫെഫ്ക ഉണ്ടായി. ഫെഫ്ക നല്ല ശക്തമായിട്ടുള്ളൊരു യൂണിറ്റ് ഉണ്ടായി, ഗ്രൂപ്പ് ഉണ്ടായതിന് ശേഷം, ഫെഫ്ക വന്നതിന് ശേഷം ആർട്ടിസ്റ്റുകളുടെ ആധിപത്യം കൂടിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടോ? ആധിപത്യം എങ്ങനെ കൂടും? മാക്ട ഫെഡറേഷന് ഭയങ്കര പേടിയായിരുന്നു ആർട്ടിസ്റ്റുകൾക്ക്. നിങ്ങൾ തിരിച്ചാണ് ചിന്തിക്കുന്നത്. മാക്ട ഫെഡറേഷനെ ആർട്ടിസ്റ്റുകൾക്ക് പേടിയായിരുന്നു. കാരണം വെട്ടിനിരത്തുമെന്ന് പേടിയുണ്ടായിരുന്നു. അതെ, അതിനെ സ്വയം അതൊന്നുമല്ല. അതിനു മുമ്പേ ഈ ആരെ പറയുന്ന പോലെ ഈ പറഞ്ഞ കുഞ്ഞുകൂനൻ അല്ലെങ്കിൽ ഈ ഉരിയാട പയ്യന് ദിലീപ് ഡേറ്റ് കൊടുക്കാത്ത പോലെ തന്നെ ദിലീഷ് പണിക്കരുടെ കേസടക്കം ആർട്ടിസ്റ്റുകളുടെ അപ്രമാദിത്വം കൂടിയിട്ട് വർഷങ്ങളായി. ഷൺമുഖൻ എന്ന് മലയാള സിനിമയിൽ നിന്ന് വെട്ടിമാറ്റിയോ? നിങ്ങളിങ്ങനെയാണ് കാണാൻ. ഷൺമുഖൻ, KR ഷൺമുഖം എന്ന് പറഞ്ഞ ആളിനെ മലയാള സിനിമയിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ എന്ന് വെട്ടിമാറ്റിയോ അന്ന് മുതലാണ് ഈ സിനിമ നിർമ്മാണ രംഗത്തേക്ക് ഇവർ വരുന്നത് എന്ന് പറയുന്നത്. OTT മുമ്പ് വന്നു പറഞ്ഞു. അല്ല, അത് വളരെ കുറച്ച്. മോഹൻലാലിനെ പോലെ ചെറിയ ഉണ്ടായിരുന്നു. ഈ മമ്മൂട്ടി അടക്കമുള്ളവർ വന്നത് OTTക്ക് വിൽക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ദീപൊക്കെ OTT വരുന്ന നിർമ്മാണ രംഗത്തേക്ക് വന്നു, നിർമ്മാണ രംഗത്ത് വന്നു. 6.5 കോടി രൂപ അമ്മയ്ക്ക് കിട്ടിയത്.
കിട്ടി. പക്ഷേ ഞാൻ പറഞ്ഞ അതല്ല, സിനിമാ നിർമ്മാണം ആർട്ടിസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തതോടുകൂടിയാണ് അവർക്ക് പ്രൊഡ്യൂസറുടെ സിനിമാ നിർമ്മാണം അല്ലെന്നേ, സിനിമാ നിർമ്മാണമല്ല, ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ ഏത് കഥ, കൂടെ അഭിനയിക്കുന്നവർ ആര്, ഏത് ടെക്നീഷ്യൻ എന്ന് ആർട്ടിസ്റ്റുകൾ എന്ന് തീരുമാനിക്കുന്ന പറഞ്ഞാൽ അന്ന് മുതലാണ് മലയാള സിനിമ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു 2000-ലാണ് ഞാൻ ഇൻഡിപെൻഡൻറ്റ് ക്യാമറാമാനാവുന്നത്. 2000 ഇൻഡിപെൻഡൻറ്റ് ക്യാമറാമാനാകുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒന്നാമെന്നുള്ള സിനിമയാണ് ഞാൻ ക്യാമറാമാൻ. അന്ന് മോഹൻലാലിൻ്റെ പടം ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ക്യാമറാമാൻ ചെയ്യുന്ന ക്യാമറാമാനാണ് ഞാൻ. അതുവരെ മോഹൻലാലിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം വലിയ വലിയ ക്യാമറാമാനാണ്. ആരെ വിളിച്ചാലും കിട്ടുന്ന ആർട്ടിസ്റ്റാണല്ലോ. അത് ചെയ്യാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ ചെന്ന് എന്നോട് തമ്പി സാറ് പറയുന്നു ലാലേട്ടൻ്റെ പടം കൊണ്ട് ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ ചെയ്യുന്നു. ചെയ്യുമ്പോൾ മോഹൻലാലിനെ പോലെ ഒരു നടൻ അന്ന് അയ്യോ അതിൽ പറ്റില്ല, വേറൊരാൾ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവസരം പോകും. ലാലേട്ടനൊക്കെ അന്ന് ഒരു നടൻ, ലാലേട്ടനായിരുന്നു, മമ്മൂക്കായിരുന്നാലും, സത്യം പറയാൻ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ആ സമയങ്ങളിൽ അവർ സ്ക്രിപ്റ്റിനെക്കുറിച്ച്, പ്രൊഡ്യൂസറെക്കുറിച്ച്, സംവിധായകനെക്കുറിച്ച്, മാക്സിമം പോയ നടിയെക്കുറിച്ച് ഇത്ര മാത്രമേ അവർ ഇടപെടാറില്ല. പക്ഷേ പിന്നെ വന്നപ്പോൾ പിന്നെ പലരും സിനിമയിലേക്ക് വന്നിട്ട് അവിടെ പ്രൊഡക്ഷൻ ആര്, യൂണിറ്റ് ആര്, എല്ലാ മേഖലയിൽ ഇപ്പം ഞാൻ പറയാം, കുഞ്ഞിക്കുഞ്ഞെന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സംഭവം അറിയാം. അത് എൻ്റെ ഗുരുനാഥൻ സാലു ജോർജാണ് ചെയ്തുകൊണ്ടിരുന്നത്. പകുതിയായപ്പോൾ പുള്ളിക്കൊരു അസൗകര്യം വന്നു, പുള്ളിക്ക് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ശശിശങ്കർ എന്ന് പറയുന്ന പാവം അദ്ദേഹം മരണപ്പെട്ടു പോയി. നമുക്ക് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാനും ഉണ്ട്, ജിബു ജേക്കബ്. അപ്പോൾ പറഞ്ഞു സീനിയറായിട്ടുള്ള ഞാനാണ് അസോസിയേറ്റ് ക്യാമറ, അനിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞിക്കുഞ്ഞിനെ പോലുള്ളൊരു പടം ചെയ്യാനൊരു അവസരം നമുക്ക് കിട്ടുന്നു. പകുതിയാണെങ്കിൽ ഇപ്പോൾ പേര് സാറിനാണെങ്കിലും അത്രയും ആ പടം ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നു എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി സെറ്റപ്പായി സെറ്റ് ചെല്ലുമ്പോൾ അവിടെ പീസ് മാറി നിൽക്കുന്നു. അറിയാലോ. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമം നമ്മളാരും കുറ്റപ്പെടുത്തില്ല. ഏറ്റവും കൂടുതൽ ദിലീപുമായിട്ട് ഒന്നിച്ച് ഒരു റൂമിൽ കിടന്നിട്ടുള്ള ആളാണ് ഞാൻ. എന്നോടിഷ്ടം കൂടാമെന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന. ദിലീപ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമ കമൽ സാറിൻ്റെ ഒരു സിനിമയാണ്, അറിയാലോ, വിഷ്ണു ലോകം എന്ന സിനിമ. ആ സിനിമയിൽ വർക്ക് ചെയ്തതിന് ശേഷം ദിലീപിൻ്റെ 3ാമത്തെ സിനിമയാണ് എൻ്റെ 2ാമത്തെ സിനിമ. ഞാൻ ഏഴര പൊന്നാനി എന്ന് പറഞ്ഞ മാമൻ്റെ സിനിമയിൽ തുടങ്ങി, 2ാമത്തെ പടം എന്നോട് വശം. നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണ്. ആ ബന്ധത്തിന് വേറൊരു കാര്യമുണ്ട്. കമൽ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം മുസ്ലിംസും ക്രിസ്ത്യൻസുമാണ്. സാലു സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നതും കൂടുതലും ക്രിസ്ത്യൻസും മുസ്ലിംസും ഉണ്ട്. ഹിന്ദുവും ദിലീപുമായിട്ട് പ്രായം കൊണ്ടും ആ ഒരു ചെറുപ്പം കൊണ്ടും ഒരു ആളായി ഒരു ഹിന്ദുവായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ദിലീപ് ഭയങ്കര ദൈവവിശ്വാസിയാണെന്ന് അറിയാലോ. അപ്പോൾ ഈ ഓരോ സെറ്റിലും ഷൂട്ടിംഗ് നടക്കുമ്പോൾ അമ്പലത്തിൽ പോകാൻ കൂട്ട് വിളിച്ചുകൊണ്ട് പോകണം ഞാൻ തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയ വിഷയം, അന്ന് ഈ ദിലീപ് രാത്രി മിമിക്രി പരിപാടിക്ക് പോകുന്നൊരു പരിപാടിയുണ്ട്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പുള്ളിക്ക് ടെൻഷനാവും. ക്ലാപ്പ് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയാൽ മതി. അന്ന് ഈ ലാൽ ജോസ് വാങ്ങിക്കില്ല ക്ലാപ്പ് വാങ്ങിച്ചാൽ താഴോട്ട് പോകില്ലേ, അക്കു വാങ്ങിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആരെങ്കിലും ഏക്കാത്തതുകൊണ്ട് ജിബുവോ ഞാനൊക്കെയാണ് ചിലപ്പോൾ ക്ലാപ്പ് അടിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വണ്ടി വെച്ചിട്ട് എങ്ങനെയെങ്കിലും ആ സമയത്ത് സാലു സാറിനോടൊക്കെ പറഞ്ഞിട്ടാണ് എസ്കേപ്പ് ചെയ്യണം. 2 പരിപാടി ഉണ്ടാവും. ഈ പരിപാടിയും കഴിഞ്ഞ് രാത്രി 2 മണിക്കൊക്കെയാണ് പുള്ളി തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ അവരാരും റൂം തുറന്നിടില്ല. ഞാനും ജിബുവും കൂടെ കണക്കുന്ന റൂമാണ്, ഡോറ് ലോക്ക് ചെയ്യാതെ കിടക്കുന്നത്. അവിടെയാണ് വന്ന് കയറി കിടക്കുന്നത്. അത്ര ഒരു ബന്ധം ദിലീപ് ഞാനുമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ സ്നേഹത്തിന് ഒരു കുറവുമില്ല. കാര്യം എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും പുള്ളിയുടെ ക്യാരവാനിലാണെങ്കിൽ ക്യാരവാൻ, എൻ്റെ പടത്തിൽ ഫസ്റ്റ് വോയിസ് ചെയ്തത് ദിലീപാണ്. നല്ല ബന്ധമാണ് ഇപ്പോഴും. ഇപ്പം എൻ്റെ മാമനുമായിട്ടൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നമ്മളതിലൊന്നും സിനിമയ്ക്ക് ഒരു വിഷയമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വലിയൊരു ക്യാമറമാനായി, അല്ലെങ്കിൽ ദിനേശ് ചേട്ടൻ ഡയറക്ടറായി, ഞാൻ ഡയറക്ടറായി, നമുക്ക് നല്ല പൊസിഷനുണ്ട്. നമ്മളിപ്പോൾ പഴയ ഒരു നടനോ ഹീറോയ്ക്ക് പടം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് ചെയ്യണമെന്ന് ചിലപ്പോൾ ആഗ്രഹമുണ്ട്, പഴയ ആലോചിച്ച് ചെയ്യില്ല. അപ്പോൾ ചെയ്യല്ലേ, ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റില്ല ഇപ്പോഴത്തെ ബിസിനസ് മേഖല. അതേപോലെയാണ് ദിലീപ്. ഞാൻ ദിലീപിൻ്റെ സൈഡ് നോക്കിയപ്പോൾ കുഞ്ഞുകുനനിൽ ഞാൻ ചെയ്യുന്നത് പുതിയൊരു പി സുമാറിനെ പോലെ ഒരു വലിയ ക്യാമറമാൻ വന്ന് സാലുവിന് പകരം ചെയ്താൽ നന്നാവും തോന്നി. അത് മാത്രമല്ല എന്നെ ഒരു പരീക്ഷണം നടത്താൻ ഒക്കെ പറയുമ്പോഴും ഞാൻ പറയും, ശശിശങ്കർ എൻ്റെ അടുത്ത സുഹൃത്താണ് എങ്കിലും ഞാൻ പറയുന്നു അത് ശശിശങ്കറിൻ്റെയും കൂടെ ഒരു കഴിവുകേടാണ്. കാരണം ശശിശങ്കർ തീരുമാനിക്കണം എൻ്റെ സിനിമയിൽ ഡബിൾ റോളാണ്, അത് ആര് ക്യാമറ വർക്ക് ചെയ്യണമെന്നൊക്കെ. അല്ല, നടന്നുകൊണ്ടിരുന്നതല്ലേ പടം, നടന്നുകൊണ്ടിരിക്കുക. അല്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. എങ്കിൽ ശശിശങ്കറിൻ്റെ അടുത്ത് ചെസ് എന്ന് പറഞ്ഞൊരു പടം ശശിശങ്കറാണ് ആദ്യം പ്ലാൻ ചെയ്തത്, അറിയാമോ? ശശിശങ്കർ പ്ലാൻ ചെയ്ത്, ശശിശങ്കറും ബെന്നി പി നായരമ്പലം കൂടെ ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു ചെസ് എന്ന് പറയുന്ന സിനിമ. അതെ, ആ സിനിമയ്ക്ക് അഡ്വാൻസ് ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ 1ാമൻ്റെ ഷൂട്ടിംഗ് അവിടെ നടക്കുക. ആ സമയത്താണ് ദിലീപിന് 1 ലക്ഷം രൂപ ഞാനും മഹി, ഈ നമ്മുടെ മരിച്ചുപോയ അശോക് മേനോൻ,
അശോക് മേനോനും കൂടെ കൊണ്ടുവന്ന് ദിലീപിന് രാജ്യം എന്ന ഒരു വിജയാന്തിൻ്റെ പടമുണ്ട്, അതിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നത്. അതിൽ ക്യാമറമാനായിട്ട് എനിക്ക് അന്ന് 1,100 രൂപ അഡ്വാൻസ് തന്നു. മഹി നമ്മുടെ കോസ്റ്റ്യൂമറാണ് ആ പടത്തിലും ഒന്നാമൻ്റെ. അപ്പോൾ ഞാനത് വർക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട് എനിക്ക് അന്ന് വരുന്നത്. പക്ഷേ ആ പടം മാറി അവസാനം ശശിശങ്കർ ഇല്ല, മനസ്സിലായില്ലേ? ഡെന്നിസ് ജോസഫ് കയറി വന്നു, ഇടയ്ക്ക് ബാബുരാജ് വന്നു അല്ലേ, അവസാനം ബാബുരാജ് ചെയ്തു. ഡെന്നിസ് ജോസഫ് മാറി, പിന്നെ അവസാനം സിബി ഉദയം വന്നു. ഡെന്നിസ് ജോസഫ് എൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ്, കവിതയിൽ ഹോട്ടലിൽ എൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ്. ഡെന്നിസ് ജോസഫ് സാറിൻ്റെ അറിയാലോ, ഡെന്നിസ് ജോസഫ് സാറ് രാത്രി വീട്ടിൽ പോകുന്ന ആളാണ്. അപ്പോൾ എന്ത് ചെയ്യും, രാവിലെ അവിടുന്ന് ട്രെയിനിൽ വരും. എനിക്കന്ന് ക്യാമറമാനാണ്ട് AC റൂമുണ്ട്, ആ റൂമിലിരിക്കും. ബാബുരാജ് അവിടെ ഇരിക്കും, ഡിസ്കഷൻ നടത്തും. മഹിയാണല്ലോ പ്രൊഡ്യൂസർ, മഹി അവിടെ കോസ്റ്റ്യൂമറില്ല. അപ്പോൾ മഹി എന്നോട് ഞാൻ എല്ലാത്തിൽ റൂം കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ക്യാമറമാനാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ്. അവസാനം എന്ത് ചെയ്തു, ഞാൻ തെറിച്ചു, അറിഞ്ഞില്ല. അപ്പോൾ സിനിമയിൽ സംഭവിക്കാം, വലിയ ടെക്നീഷ്യൻസ് വരും, വലിയ ആൾക്കാർ വരും. ഞാനും പലരും പുതിയ പടം എൻ്റെ ഗർഭസീമ നടന്നപ്പോൾ പലരും വാക്ക് കൊടുത്തിട്ട് മാറിയിട്ടൊക്കെ ഉണ്ടാവും, സ്വാഭാവികം, സംഭവിക്കാം. അത് സിനിമയുടെ ഒരു ഇതാണ്. ഒരു ചിലപ്പോൾ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നുണ്ടാവാം അല്ലേ, പല സംഭവങ്ങളുണ്ടാവും. പക്ഷേ അതൊന്നുമല്ല വിഷയം. ഇപ്പോഴത്തെ സിനിമയെ നമുക്ക് ആർട്ടിസ്റ്റുകളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ. പണ്ടത്തെ കാര്യങ്ങളല്ല. ഇപ്പം നമുക്ക് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിന് അഡ്വാൻസ് കൊടുത്തിട്ട് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പടം നടക്കുമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റും. അല്ല, അത് ഞാൻ 100% പേരും പറയില്ല, ഒരു ചെറിയ ശതമാനമെങ്കിലും ഞാൻ ചെയ്യുമെങ്കിൽ ഞാൻ പറഞ്ഞവന്മാർ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളവരുണ്ട്. പുതിയ ജനറേഷൻ ഇല്ല. അല്ല, പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ സിനിമ തന്നെ ഒരു പിള്ളേരെളിയവരായിപ്പോയില്ലെന്നേ. കാരണം ഗൾഫിൽ നിന്ന് കുറേ കാശും കൊണ്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു പടം തട്ടിക്കൂട്ടി എടുക്കാനായിട്ട് വരുന്ന, അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കി വരുന്ന, അല്ല സിനിമ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ചാനലിൽ ഒരു കാര്യം പറഞ്ഞു, ഈ വ്യഭിചരിക്കാനാണെങ്കിൽ 10 ലക്ഷം രൂപയായിട്ട് മദ്രാസിൽ പോയാൽ മതി. ഇഷ്ടമുള്ള അവിടെ എന്നെ വിളിച്ചാൽ. സിനിമയിൽ അങ്ങനെ ഞാൻ പറയില്ല. സിനിമയിൽ വരുന്നത് സിനിമ എടുക്കാനായിരിക്കണം. വ്യഭിചരിക്കാനാണെങ്കിൽ അവൻ 10 ലക്ഷം മുടക്കുക. എന്തിനാ നീ 5 കോടി കൊണ്ട് കളയണേ?